നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 81. മീനുവിന് ഒരു സമാധാനവുമില്ല. അവൾ വീട്ടിലെത്തി. മുഖം വാടി വീട്ടിലെത്തിയ മീനുവിനെ ദീപ ശ്രദ്ധിച്ചു. എന്തുപറ്റിടി, നിന്റെ മുഖം എന്തിങ്ങനെ വാടിയിരിക്കുന്നേ? കണ്ടയുടൻ ദീപ ചോദിച്ചു. അല്ല, നീ എന്താ ഇന്ന് നേരത്തെ വന്നേ? അത് ചെറിയൊരു തലവേദന. എന്തു പറ്റി മോളെ, എന്താ കാര്യം? ഇല്ല, ഒന്നുമില്ല ദീപേച്ചി, എനിക്കൊന്ന് കിടക്കണം, ചെറിയൊരു തലവേദന. എന്നാൽ ഞാൻ കിടക്കട്ടെ. ഇതും പറഞ്ഞു മീനു മുറിയിലെത്തി. ദീപ പുറകെ വന്നു. സത്യം പറ മീനു, എന്തു പറ്റി? ഒന്നുമില്ല ദീപേച്ചി. മീനു, നീ എന്നോട് കള്ളം പറയല്ലേ. നിന്നെ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ ഞാൻ. കാര്യം പറ, എന്തു പറ്റി? അത് ദീപേച്ചി, പറടി, എന്താ കാര്യം? വേറെ ഒന്നുമല്ല ദീപേച്ചി, ആമി വന്നിരുന്നു. ആമി? നിൻ്റെ ഫ്രണ്ട്, അവളെപ്പോൾ എത്തി? എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ ഇന്നലെ മിഞ്ഞാന്നോ മറ്റോ എത്തിയതാണ്. എനിക്കറിയില്ല, അത് ഞാൻ ചോദിച്ചില്ല. നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ, പിന്നെ അവൾ വന്നല്ലോ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സംശയത്തോടു കൂടി ദീപ മീനുവിനോട് ചോദിച്ചു. അവൾ വന്ന സമയത്ത് ജയ്യെ കണ്ടു ദീപേച്ചി. ഓ, എന്നിട്ട്? അവൾ, ഞാൻ എന്താ പറയണ്ടേ? എന്താ കാര്യമെന്ന് പറ. ഞങ്ങളുടെ വിവാഹക്കാര്യം അവളോട് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. ഓ, അങ്ങനെ, എനിക്ക് മനസ്സിലായി. അവൾ നിന്നെ നന്നായി തെറി വിളിച്ചു കാണും അല്ലേ? ദീപ മീനുവിനോടായി ചോദിച്ചു. അല്ല ദീപേച്ചി, അല്ലേ, അവളുടെ സ്വഭാവം വെച്ച് മിക്കവാറും തെറി വിളിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. തെറി വിളിച്ച കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ അങ്ങനെയല്ല. പിന്നെ അവൾ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. സ്വാഭാവികം, ആരും അറിയാതെ നടത്തിയ വിവാഹമായതുകൊണ്ട് തീർച്ചയായിട്ടും അവളുടെ സ്വഭാവം വെച്ച് ദേഷ്യപ്പെടുമല്ലോ. പിന്നെന്താ, അതിനാണ് നീ ഇത്രയും മുഖം വാടിയിരിക്കുന്നത്? അതല്ല ദീപേച്ചി, ദേഷ്യപ്പെടുന്നത് ന്യായം, അതെനിക്ക് പ്രശ്നമല്ല. പിന്നെന്താ പ്രശ്നം? അവൾ പറയുക ഞങ്ങളുടെ ബന്ധത്തെ അവൾ അംഗീകരിക്കില്ലെന്ന്. ജയ്യും ഞാനും ഒരുമിച്ച് ജീവിക്കാൻ അവൾ സമ്മതിക്കില്ലെന്ന്. ജയ് അവൾക്ക് ടെസ്റ്റ് ചെയ്യണത്രേ. ടെസ്റ്റ് ചെയ്തിട്ട് അവൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ബന്ധത്തെ അവൾ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന്. ടെസ്റ്റ് ചെയ്യണമെന്നോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്കും അറിയില്ല ദീപേച്ചി, അവൾ എന്താ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. അവൾ പറയുക ജിയുടെ പുറകെ നടക്കുമെന്ന്. അവൾ പുറകെ നടന്ന് അവൻ വീണില്ലെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ബന്ധത്തെ അവൾ അംഗീകരിക്കുള്ളൂ എന്ന്. ഞാൻ എന്താ പറയണ്ടേ അവളോട്? അവക്കെന്താടി വട്ടായോ? ദീപേച്ചി അല്പം പോലും ആലോചിക്കാതെ ചോദിച്ചു. എനിക്കും അറിയത്തില്ല ദീപേച്ചി, അവൾ എന്തൊക്കെയാ പറയുന്നതെന്ന്. എൻ്റെ മനസ്സമാധാനം പോയി. എന്താ പറ്റിയവക്ക്? അവളൊരു പുരുഷ വിരോധിയല്ലേ? ഈ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് അവളുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. അതെ, പക്ഷെ പുരുഷ വിരോധത്തിൻ്റെ പേരിലൊന്നും അല്ല ഇത്. എനിക്കറിയില്ല അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നതെന്ന്. എനിക്കെന്താ പറയണ്ടേന്നും അറിയില്ല. എടീ, നീ ഇങ്ങനെ വിഷമിക്കാതെ. വിവാഹക്കാര്യം അവളോട് മറച്ചു വെച്ചതായിരുന്നോ പ്രശ്നം? അതിൻ്റെ പേരിലാണ് അവളിങ്ങനെയൊക്കെ പറഞ്ഞത്? അതൊരു പ്രശ്നം തന്നെയായിരുന്നു. അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ അവൾക്ക് ജയ് മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, മുമ്പൊന്നും പരിചയമൊന്നുമില്ല. പിന്നെ അവൾ പറയാം ജയ്യെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. എനിക്കറിയില്ല കാരണമൊന്നും. അവൾക്ക് മുമ്പ് പരിചയമൊന്നുമില്ല ജയ്യെ.
ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അവൾ ജയ്യെ കണ്ടു. കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ആരാണെന്ന്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനു മുമ്പൊന്നും പരിചയമൊന്നുമില്ല അവൾക്ക്. ഓ, ഞാൻ വിവാഹക്കാരി അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് അപ്പം തന്നെ ദേഷ്യപ്പെട്ടു. ഓ, ഇപ്പോൾ വിളിച്ച് പറയാം ടെസ്റ്റ് ചെയ്യണമെന്ന്. എന്താ ചെയ്യണ്ട, ഇവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് കാര്യം മനസ്സിലായോ? എന്ത് കാര്യം? എന്തൊക്കെ പറഞ്ഞാലും പെണ്ണല്ലേ വർഗം. അതെന്താ അങ്ങനെ പറഞ്ഞ്? നിന്റെ ഈ പ്രായത്തിൽ നിനക്ക് അത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയതിൻ്റെ അസൂയായിരിക്കും അവൾക്ക്. പിന്നെ വേറൊന്നുമില്ല അസൂയപ്പെടാൻ. ആർക്ക്? അവൾക്ക്. എന്തൊക്കെയാ ദീപേച്ചി പറയുന്നത്? ഹാ, അവൾ എൻ്റെ വിവാഹത്തിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്നെന്ന് ദീപേച്ചിക്ക് ഓർമ്മയില്ലേ? എനിക്ക് വേണ്ടി എത്ര പ്രപ്പോസലാണ് അവൾ കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ വിവാഹം അവൾക്ക് അസൂയപ്പെടേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. അവൾ കൊണ്ടുവന്ന പ്രപ്പോസൽ ഏതായാലും നിന്നേക്കാളും പ്രായമുള്ള അല്ലെങ്കിൽ രണ്ടാം കെട്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതെ. ആ, ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. കാണും നിന്നേക്കാളും എത്ര പ്രായം, എത്ര വയസ്സവന് ചെറുത്? 8 വയസ്സിനല്ലേ അവൻ ചെറുത്? ആ, അത്രയും ചെറുപ്പമുള്ള ഒരു ചുള്ളൻ ചക്കൻ നിൻ്റെ ഈ പ്രായത്തിൽ നിൻ്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ ഏതൊരു പെണ്ണിനും തോന്നുന്നൊരു അസൂയ അവൾക്ക് തോന്നില്ലേ? ഏയ്, അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലല്ലോ ആമി. നീ പറഞ്ഞു കേട്ടിട്ടില്ലേ പെണ്ണിൻ്റെ ശത്രു പെണ്ണാണെന്ന്? അസൂയ കൊണ്ട് അവൾക്ക് അസൂയാണെന്ന് പറയാൻ പറ്റില്ല. വാക്കുകൾ കൊണ്ട് അവൾ പ്രകടിപ്പിച്ച രീതി ഇങ്ങനെയായിപ്പോയി, അത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സിലായില്ല ദീപേച്ചി. മോളെ, അവൾക്ക് നിൻ്റെ ഭർത്താവിനെ കണ്ടതിൽ ഇവൾക്കിങ്ങനെ ഇത്രയും നല്ല ചെറുപ്പക്കാരനെ കിട്ടി എന്നൊരു തോന്നൽ വന്നു കാണും. അതങ്ങനെയാണല്ലോ മോളെ. നമ്മളെ സന്തോഷം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അത് മനുഷ്യ സഹജ, അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജയ്യെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ല എന്നല്ലേ പറഞ്ഞേ? അതായത് ജയ്യെ കാണുക മാത്രമാണ് അവൾ ചെയ്തിട്ടുള്ളത്. ജയ്യുടെ സ്വഭാവമോ ജയ്യെക്കുറിച്ച് എന്തോ ഒരു വിവരം അവൾക്കറിയില്ല. എന്നിട്ടും അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ്റെ സ്റ്റൈൽ വേണ്ടി തന്നെ ആയിരിക്കില്ലേ? അവളും നീയും ഒരേ പ്രായക്കാരല്ലേ? അതെ. അവൾക്ക് കിട്ടോ ഇതുപോലൊരു പയ്യനെ? അതിന് അവൾ വിവാഹം വേണ്ടെന്ന് തീരുമാനം എടുത്തല്ലേ? അതെ, ഒക്കെ ശരിയാണ്. എങ്കിലും നമുക്ക് കിട്ടാത്തത് നമ്മുടെ കൂട്ടുകാരിക്ക് കിട്ടുമ്പോൾ ഉള്ളിലൊരിതുണ്ടാവില്ലേ? പക്ഷെ ദീപേച്ചി, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവൾ അങ്ങനെയൊക്കെ വിചാരിക്കില്ല. മോളെ, എത്ര ഫ്രണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്നത് അംഗീകരിക്കാൻ പറ്റിക്കാണില്ല. ഇത്രയും നല്ലൊരു ചെക്കൻ ഇവൾക്കോ എന്നുള്ളൊരിത് വന്ന് കാണും മനസ്സിൽ. അപ്പം പിന്നെ എങ്ങനെയെങ്കിലും അതിനൊന്ന് മറികടക്കണ്ടേ? മനുഷ്യന്മാരല്ലേ മോളെ. അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ പൊട്ടത്തരം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കേട്ട് കേൾവി പോലില്ലാത്തൊരു കാര്യമല്ലേ സ്വന്തം കൂട്ടുകാരുടെ ഭർത്താവിനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാം. എവിടെയെങ്കിലും നീ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? നീ പേടിക്കുന്നതിനാ. ജയ് നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അവൾ ടെസ്റ്റ് ചെയ്യട്ടെ, അവൻ വീഴാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അസൂയ കൊണ്ടാണ് അവൾ ഇങ്ങനൊരു തീരുമാനം എടുത്തെങ്കിൽ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അവളെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ദീപേച്ചി, പക്ഷെ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് എങ്ങനെയാണെന്ന് പറയാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു. ഒരു സ്റ്റൈലൻ ചക്കൻ, അതും നിൻ്റെ ഈ പ്രായത്തിൽ നിനക്ക് കിട്ടിയതിൽ ഒരല്പം ഇത് അവൾക്ക് തോന്നാതിരിക്കില്ല. നമ്മൾ കാണില്ലേ ഈ നല്ല സ്റ്റൈലുള്ള പെണ്ണിൻ്റെ കൂടെ തീരെ സ്റ്റൈലില്ലാത്ത ചെറുപ്പക്കാരൻ പോകുമ്പോൾ നമ്മൾ പറയാറില്ലേ പരസ്പരം, എവിടെ നിന്ന് കിട്ടി അവൻ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? പക്ഷേ അത് നമ്മുടെ ചെറിയ പ്രായത്തിലല്ലേ. ഈ പ്രായത്തിലൊക്കെ ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? അതെ,
നിനക്കിപ്പോൾ വയസ്സ് 40 അതെ, ആ പ്രായത്തിൽ നിനക്ക് ഇത്രയും സ്റ്റൈലുള്ളൊരു ചെക്കനെ കിട്ടിയില്ലേ? അതും രണ്ടാം കിട്ടല്ല, അവൻ്റെ ആദ്യ വിവാഹമല്ലേ. അപ്പം പിന്നെ അത്രയേ ഉള്ളൂ. ആ അസൂയ കൊണ്ട് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം പിന്നെ അവൾ കണ്ടുപിടിച്ചൊരു ബുദ്ധി, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ മാത്രം അതിനെ എടുത്താൽ മതി. അല്ല ദീപേച്ചി, അത് മോളെ, അവൾ ടെസ്റ്റ് ചെയ്യട്ടെ, നീ എന്തിനാ പേടിക്കുന്നേ? ഒരു ടെസ്റ്റിലും അവൻ വീഴില്ല. കാരണം അവൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അവൾ തന്നെ തോൽവി സമ്മതിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം തോന്നിയ അസൂയ കുറച്ച് കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് പോവും. കാരണം അവൾ ആ സത്യം അംഗീകരിക്കും, അവൻ നിൻ്റെ ഭർത്താവാണെന്ന്. അപ്പോഴേക്കും അവൾ തന്നെ മതിയാക്കിക്കോളും. പക്ഷെ അവളെൻ്റെ കൂട്ടുകാരി, കൂട്ടുകാരിയായവ അസൂയ ഉണ്ടാവില്ല. എന്തായാലും പെണ്ണല്ലേ, അപ്പോൾ പിന്നെ അസൂയയും കുശുമ്പും അതൊക്കെ ഉള്ളതാ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സന്തോഷം മുഴുവനായിട്ടങ്ങ് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. മീനു ഒന്നും പറഞ്ഞില്ല. ദീപേച്ചി പറഞ്ഞത് ശരിയായിരിക്കുമോ? ജയ്യെ കണ്ടത് മാത്രമാണവൾ. അതിൻ്റെ പേരിൽ അവൾക്കുണ്ടായ അസൂയ തന്നെയായിരിക്കുമോ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചത്? മീനു ചിന്തയിലായി. ഒരുപാട് ചിന്തിച്ച് തല പോയിക്കണ്ട, പോയി നിൻ്റെ ജോലി നോക്ക്. ഓക്കെ, ഞാൻ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട ദീപജി, ഇപ്പോൾ എനിക്കൊന്നും വേണ്ട. ഇതാലോചിച്ചിരുന്ന സമയം കളയണ്ട, ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ഇതാ വഴിക്ക് തന്നെ വിട്ടേക്ക്, ഓക്കെ? അതും പറഞ്ഞ് ദീപ അവിടെ നിന്നിറങ്ങി. ദീപേച്ചി പറഞ്ഞത് തന്നെയായിരിക്കുമോ സത്യം? അവൾ ആലോചനയിൽ തന്നെ മുഴുങ്ങി. ഈ സമയം ജയ്യെ തേടി ഒരു ഫോൺ കോൾ. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന ആ കോൾ അവൻ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ, ജയ് അല്ലേ ഇത്? അതെ, ഇതാരാ? ഞാനിന്ന് തന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിരുന്നു, താൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഓ, അത് നിങ്ങളായിരുന്നോ? എന്താ കാര്യം? എന്തിനാ വന്ന എന്നെ കാണാൻ? എൻ്റെ മകളുടെ കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. മകളുടെ കാര്യം? അതെ, തന്നെപ്പോലുള്ള ആൺപിള്ളേരുടെ ജോലി അതാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ കാണുമ്പോൾ അവളെ വളയ്ക്കാൻ ശ്രമിക്കാം. അവൾ പിന്നെ നല്ല പണക്കാരിയാണെങ്കിൽ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഹലോ, നിങ്ങൾക്ക് ആൾ മാറി? എനിക്കാളൊന്നും മാറിയിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ലോ ക്ലാസ്സിനെ തേടി വരേണ്ടത് എന്നെപ്പോലുള്ള അമ്മമാരുടെ ഗതികേടാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് ഫോൺ വിളിച്ച് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. പിച്ചും പെയ്യൊന്നല്ല, എൻ്റെ മകൾ മായ, നിനക്കറിയില്ലേ? മായയോ? നീ ഇതിനു ആ പേര് കേട്ടിട്ടേ ഇല്ല? ഇല്ല. അവൾക്കിപ്പം തന്നെ നിന്നോട് പ്രേമം. ഞങ്ങളുടെ സ്റ്റാറ്റസിന് ഒട്ടും ചേരാത്ത ഒരു ബന്ധം. പക്ഷെ അവൾ നിന്നെ തന്നെ വേണമെന്ന് വാശി പിടിക്കുക എന്നോട്. എന്ത് ചെയ്യാൻ? മകളുടെ ഇഷ്ടത്തിനപ്പുറത്ത് എനിക്ക് കൂടുതലും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ തന്നെ കാണാൻ വന്നത്. അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കാം, നിങ്ങളെപ്പോലുള്ള ആൺപിള്ളേർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റില്ലേ? എന്തിനാ ഈ പണക്കാരി പെൺപിള്ളേരെ നോക്കി വളയ്ക്കാൻ നോക്കുന്നേ? എൻ്റെ മകൾ കാണാൻ സുന്ദരിയായതുകൊണ്ട് പുറകെ ഒരുപാട് ആൺപിള്ളേരെ നടന്നിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണായിരിക്കുന്ന ഞാനും കരുതിയത്. പക്ഷേ തൻ്റെ കാര്യത്തിൽ അവൾ വാശി പിടിക്കുന്നുണ്ട്, അവൾക്ക് വേണമെന്ന്. ഞാൻ എൻ്റെ മകളുടെ ഫോട്ടോ അയക്കാം, താൻ മകളെ കണ്ടിട്ടില്ലേ എന്ന് നീ സ്വയം നോക്ക്. പിന്നെ എൻ്റെ മകൾക്ക് താൻ ഒട്ടും ചേരില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അവൾ വാശി പിടിക്കുമ്പോൾ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മയായിപ്പോയില്ലേ, ഗതികേട്, പിന്നെന്താ പറയുക. ഞങ്ങളുടെ സ്റ്റാറ്റസിനും ചേരാത്ത തന്നെ എൻ്റെ മകളുടെ ഭർത്താവാക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്.
ഈ നാട്ടിലെ പേര് കേട്ട കുടുംബമാണ് ഞങ്ങളുടേത്. അറിയാവോ? എല്ലാം അറിഞ്ഞായിരിക്കുമല്ലോ അവളെ വളയ്ക്കാൻ നോക്കിയത്, അല്ലേ? ഞങ്ങൾക്കുള്ളതെല്ലാം അവൾക്കുള്ളതാണെന്ന് അറിഞ്ഞായിരിക്കുമല്ലോ, അല്ലേ? ഹലോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് ആള് മാറി. നിങ്ങൾ വെറുതെ ഇങ്ങനെ എൻ്റെ മകളെ നിനക്കറിയില്ലെന്നാണോ നീ പറയുന്നത്? ആ, അത് ചിലപ്പോൾ സത്യമായിരിക്കും. ഹ, ഒരുപാട് പെമ്പിള്ളേരെ വളയ്ക്കുന്ന കൂട്ടത്തിൽ ഒന്നായിരിക്കും ചിലപ്പോൾ എൻ്റെ മകള്. അപ്പം പിന്നെ മകളെ അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഫോട്ടോ അയക്കാന്ന് പറഞ്ഞത്. കാണാൻ സുന്ദരിയായ പെമ്പിള്ളേരെ കാണുമ്പോൾ ആമ്പിള്ളേർ പുറകെ നടക്കുമെന്ന് എനിക്കറിയാം. പിന്നെ അവൾക്ക് കുറച്ച് പണം കൂടി ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. ഇനി അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാലോ, അല്ലേ? നിന്നെപ്പോലുള്ള ആമ്പിള്ളേർക്ക് അത്രയേ ഉള്ളൂടാ. വിവാഹക്കാര്യം പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വരേണ്ട എൻ്റെ ഗതികേട് ഓർക്കുമ്പോഴാ എനിക്ക് തൊലി ഉരിയുന്നുണ്ട്. അതാ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വന്നത്. ഇനി നീ വല്ല വാടക വീട്ടിലാണോ താമസിക്കുന്നെങ്കിൽ ഹോ, എന്താവും എൻ്റെ ഒരു അവസ്ഥ. അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ജയ് ചോദിച്ചു. ഒരു മുൻപരിചയമില്ല. എനിക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളിങ്ങനെ വിളിച്ചു കൂവുന്നേ? ആരാ എന്താന്നറിയാതെ. പിന്നെ നിങ്ങളുടെ മകളുടെ ഫോട്ടോ എനിക്ക് അയക്കണ്ട. നിങ്ങളുടെ മകളുടെ പുറകെ ഞാൻ നടന്നിട്ടില്ല. എനിക്കങ്ങനെ ഒരു മായ അറിയത്തുമില്ല. അവൾക്കിത്ര സ്വത്തുണ്ട്, എല്ലാം അവളുടെ പേരിൽ തന്നെ കിട്ടുമോ? ഒറ്റ മോളാണോ? അങ്ങനെ എന്തൊക്കെയാ നീ നോക്കിയിരിക്കുക? ഇന്നത്തെ കാലത്ത് ആൺപിള്ളേരൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ വയ്യ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർ അവൾ പണക്കാരിയാണെന്ന് നോക്കി അവളെ വളയ്ക്കുക, അവളെ കൊണ്ട് വീട്ടിൽ വാശി പിടിപ്പിക്കുക. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പുതിയ സ്റ്റൈല്. എൻ്റെ നിങ്ങളോട് ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ ഈ പറയുന്നത് ആരെക്കുറിച്ചാ? നിന്നെക്കുറിച്ച് തന്നെ ഞാൻ ഈ പറയുന്നത്. എൻ്റെ മകളുടെ സൗന്ദര്യം കണ്ട് നീ വീഴുന്നതിന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. സ്വാഭാവികം. എൻ്റെ മകൾ അത്രയും സുന്ദരിയാണെന്ന് എനിക്കറിയാം. അത്രയും സൗന്ദര്യമുള്ള പെണ്ണിൻ്റെ പുറകെ ആമ്പിള്ളേർ നടക്കുന്നതും സ്വാഭാവികമാണ്. പക്ഷെ അവളുടെ പുറകെ നടന്ന ഒരാമ്പിള്ളേരും അവളുടെ മനസ്സിൽ കയറി പറ്റിയിട്ടില്ല. അവിടെ നീ മെടുക്ക് കാണിച്ചു. അവളുടെ മനസ്സിൽ കയറി പറ്റിയില്ലേ? അപ്പം നിന്റെ ഉദ്ദേശം എന്താ? എൻ്റെ മകളെ വളച്ച് ഇനിയുള്ള കാലം, ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ഞങ്ങളുടെ സ്വത്ത് ആസ്വദിച്ച് ജീവിക്കുക എന്നതല്ലേ? ജയ് ഒന്നും മിണ്ടിയില്ല. നിന്നെപ്പോലൊരുത്തനെ അംഗീകരിക്കേണ്ടി വരുന്ന എൻ്റെ ഗതികേട് നീ ഒന്ന് ഓർത്തു നോക്കിയേ. എന്തൊരവസ്ഥയാ അത്. പിന്നെ മകള് വാശി പിടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കവൾ ഒറ്റ മോളാ. അവൾ ആത്മഹത്യ ഭീഷണിയാ മുഴക്കുന്നത്. നിന്നെ കിട്ടിയില്ലെങ്കിൽ അവൾ എന്തൊക്കെ ചെയ്തു കളയെന്ന്. അതുകൊണ്ട് മാത്രം നിന്നെ കാണാൻ ഞാൻ വന്നത്. ഓ, പറഞ്ഞു കഴിഞ്ഞോ ചേച്ചി? പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ആള് മാറി. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന ആരെയും അറിയത്തില്ല. ഞാനൊരു പെണ്ണിൻ്റെ പുറകെ നടന്നിട്ടില്ല. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. അതുമാത്രമല്ല, എനിക്ക് ഭാര്യയുണ്ട്. ഞാൻ വിവാഹിതനാണ്. അങ്ങനെയുള്ള ഞാൻ എന്തിനാ നിങ്ങളുടെ മകളുടെ പുറകെ നടക്കുന്നേ? ഭാര്യയുണ്ടെന്നോ? നീ വിവാഹിതനാണെന്നോ? അപ്പോൾ എന്നിട്ടാണ് നീ എൻ്റെ മോളെ പുറകെ നടക്കുന്നത്? ഓ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ മകളുടെ പുറകെ നടന്നിട്ടില്ലെന്ന്. ദേ, കള്ളം പറയരുത്. നീ പുറകെ നടക്കാതെ എൻ്റെ മകൾ നിന്നെ വേണമെന്ന് വാശി പിടിക്കില്ല. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഞാനല്ല ആള്. എനിക്ക് നിങ്ങളുടെ മകളുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാര്യ സുന്ദരിയാണ്. പിന്നൊരു പെണ്ണിൻ്റെ സൗന്ദര്യം തേടി പോകേണ്ട ഗതികേട് എനിക്കില്ല. മനസ്സിലായോ? സുന്ദരിയായ ഒരു ഭാര്യയെ വെച്ചിട്ടാണോടാ പേരെ പുറകിന് പോകുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാനല്ല പുറകെ നടന്നതെന്ന്. നിങ്ങൾക്ക് ആള് മാറി. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലാവുന്നില്ല.
നിങ്ങൾ മകളോട് ആദ്യം ആരാണെന്ന് വ്യക്തമായിട്ട് ചോദിക്ക്. എന്നിട്ട് സംസാരിക്ക്. ആരാ എന്താന്നറിയാത്ത ഒരുത്തനെ വിളിച്ച് ഇങ്ങനെയൊക്കെയൊന്നും പറയല്ലേ പ്ലീസ്. നീ വിവാഹിതനാണെന്നുള്ളത് പച്ചക്കള്ളം, അത് ഉറപ്പാണ്. എൻ്റെ മകൾ എന്തായാലും വിവാഹം കഴിഞ്ഞ ഒരുത്തനെ വേണമെന്ന് വാശി പിടിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ വിവാഹിതനാണെന്ന് പറയുന്നത് സത്യമാണ്, പച്ചക്കള്ളല്ല. അത് സത്യമാണ്. വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യ സുന്ദരിയായിരിക്കില്ല, അതുകൊണ്ടാണ് സുന്ദരിയായ പെമ്പിള്ളേരെ കാണുമ്പോൾ നിൻ്റെയൊക്കെ ഇളക്കം കൂടുന്നത്. ഓഹ്, എൻ്റെ ഭാര്യ സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വിവാഹിതനാണ്, എൻ്റെ ഭാര്യ സുന്ദരിയാണ്. നിങ്ങളുടെ മകൾ എന്തായാലും എൻ്റെ ഭാര്യ എത്ര സുന്ദരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പോരെ? ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്. നിങ്ങളുടെ മകളുടെ ഫോട്ടോ എനിക്ക് അയക്കരുത്. നിങ്ങൾക്ക് മാറി. നീ നിങ്ങളുടെ മകളോട് ചോദിക്ക് ശരിക്കും ആരാണെന്ന്. ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. എവിടെ നിന്ന് വരുന്നു ഓരോന്ന്? എന്താടാ, എന്തു പറ്റി? ജയ്യെ കണ്ടയുടൻ അഖിൽ ചോദിച്ചു, നീ എന്താ സ്വയം പിറുപിറുക്കുന്നത്? എടാ, നീ നേരത്തെ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ലേ? ആ, അവരാ വിളിച്ചത്. എന്തൊക്കെയോ പറഞ്ഞടാ അവര്. ആ, ഓ, ഭ്രാന്ത്. എന്താണ്, എന്താ കാര്യം? അവരുടെ മകൾക്ക് എന്നെ ഇഷ്ടമാണത്രേ, വിവാഹം കഴിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് എന്താ പറയാ, വെറുതെ ഒരാളുടെ വായിരിക്കുന്ന കേട്ടതുപോലെ. ഞാൻ പറഞ്ഞു ഞാൻ വിവാഹിതനാണെന്ന്. അപ്പോൾ അവർ പറയാ വിവാഹിതനാണെങ്കിൽ ഞാൻ എന്തിനാ അവളുടെ പുറകെ നടത്തുന്നതെന്ന്. നീ വിവാഹിതനാണെന്നോ? നീ എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞേ? അഖിൽ ചോദിച്ചു. അപ്പോഴാണ് അഖിലിനോട് പറഞ്ഞത് അവൻ ഓർത്തത്. അതല്ലടാ, അത് നീ വിവാഹിതനാണെന്ന് കള്ളം പറയേണ്ട ആവശ്യം എന്താ? അത് അതെന്നോ? അത് ഞാൻ അവരെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാടാ. ഓ, അങ്ങനെ. ആ, അത് വിട്, ചിലപ്പോൾ ആൾ മാറിയതായിരിക്കും. ആ, അത് വിട്, നീ നിൻ്റെ ജോലി നോക്ക്, അത് കഴിഞ്ഞു, പോട്ടെ. ഞാൻ വിചാരിച്ചു ഞാനാരായിരുന്നു വിവാഹം കഴിച്ചെന്ന്. അങ്ങനെ വലുത് സംഭവിച്ചതിനെ കൊല്ലും ഞാൻ. നീ അറിയാതെ ഞാൻ കല്യാണം കഴിക്കുമോ? ആ, അതന്നെയാണ് ഞാനും പറഞ്ഞത്. കഴിച്ചാലുണ്ടല്ലോ വെച്ചേക്കില്ല ഞാൻ നിന്നെ. ഇതും പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് പോയി. കർത്താവേ, ഞാൻ വിവാഹം കഴിച്ച കാര്യം ഇവരോട് ഞാൻ എങ്ങനെ പറയും? ഇനിയും കുറച്ച് നാളേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയും ആ ബാധ്യത. വെറുതെ പറഞ്ഞൊരു സീനാക്കണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ, അതായിരിക്കും നല്ലത്. ഇത് പറഞ്ഞാലെന്താ, അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞല്ലേ, അതുപോലെ തന്നെയല്ലേ എൻ്റെ ഫ്രണ്ടിനോട് പറയുന്നത്. വേണോ, പറയണോ? എല്ലാം കൂടി എൻ്റെ തലയിലാവുമല്ലോ ഇത്. ഇങ്ങനെ ആലോചിച്ച് ജയ് തൻ്റെ ജോലിയിലേക്ക് പോയി. ഇനി എന്താവും സംഭവിക്കുക? ആമിയൊരുക്കുന്ന കെണിയിൽ ജയ് വീഴുമോ? കാത്തിരിക്കാം. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.